കൂട്ടുകാരെ, നമുക്കിന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ചെറുപയറെടുത്ത് നല്ല വൃത്തിയായി കഴുകി ഇതേപോലെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇങ്ങനെ വറക്കാൻ വെക്കുക. ഇങ്ങനെ നല്ല രീതിയിൽ വറക്കണം, പക്ഷേ ഇത് ഒത്തിരി മൂത്തും പോകരുത്, കരിഞ്ഞും പോകാതെ നോക്കുക. എന്നിട്ടൊന്ന് തണുക്കാൻ വെക്കുക. എന്നിട്ട് പതുക്കെ നമ്മുടെ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ആ പയറെല്ലാം ജാറിലേക്കാക്കി നമ്മുടെ മിക്സിയുടെ ജാറെടുത്ത് മിക്സിയിലേക്ക് വെച്ചു പൊടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഒരുപാട് നൈസായിട്ട് പൊടിയാതിരിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നമുക്കല്പം തരിതരിയായിട്ട് വേണം കിട്ടാനായിട്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കേ, ഇത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഒരുപാടങ്ങ് നൈസ് പൊടിയാവാൻ പാടില്ല. ഇങ്ങനൊരു തരി ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് വേണം. എന്നിട്ട് നമ്മൾ ശർക്കര പാനിയാക്കാനായിട്ട് എടുത്ത് അടുപ്പിലേക്ക് വെച്ചു. ഇപ്പം വെള്ളം ഒഴിച്ച് ശർക്കരയിട്ട് അങ്ങനെ വെക്കുക. പിന്നെ ഈ ഒരു കാര്യം മറക്കരുത്, ശർക്കര പാനി അരിക്കണം. ഇത്ര അഴുക്ക് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ഇത് അരിച്ച് നമ്മൾ ശർക്കര എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് വീണ്ടും നമ്മുടെ അതേ അടുപ്പിൽ ആ പാത്രം വെച്ചിട്ട് ഇത് വീണ്ടും ഒഴിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കുവാണേ. അപ്പോൾ ഇത് നമുക്കൊരു മറ്റേ ആ നൂല് പരുവമാവത്തില്ല, ഇങ്ങനെ നല്ല കട്ടിയായിട്ട് വരെയല്ലേ, ആ ഒരു രീതിയിലേക്കാക്കണം. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പം ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കുറുകി നല്ല ഒരു ഇച്ചിരി ഒരുപാട് കട്ടയാവാൻ പാടില്ല, എന്നാൽ കുറച്ച് കട്ടയാകുന്ന രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇളക്കി നമുക്ക് ഏകദേശം ആ ഒരു രീതിയിലേക്ക് നമ്മുടെ പാനി എത്തി കേട്ടോ. എന്നിട്ട് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയിലേക്ക് ജീരകവും ഏലക്കയും പൊടിച്ചാണേ. അപ്പോൾ അത് പൊടിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അല്പം പഞ്ചസാരയും കൂടി ഇട്ടു. പിന്നെ ഉപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആവശ്യമുണ്ട്, അപ്പോൾ അതും ചേർക്കുക. എന്നിട്ട് ഈ പാനി എടുത്ത് നമ്മുടെ ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ച് ഈ ഒരു രീതിയിൽ ഇളക്കുമ്പം ചൂടുണ്ടായിരിക്കും. കാരണം തിളച്ചിരിക്കുന്ന ആ പാനി വേണം നമ്മൾ ഒഴിക്കാനേ, ചൂട് പോകാൻ പാടില്ല, അങ്ങനെ തന്നെ ഒഴിക്കണം. അപ്പോൾ ചൂടുള്ളത് കൊണ്ടാണ് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യുക. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ചെറിയ ബോൾസ് നല്ല രീതിയിൽ ഉരുട്ടണം. ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ബോൾസ് ഉരുട്ടണം, അല്ലെങ്കിൽ ഇതേപോലെ ഉരുളയാവത്തില്ല, അത് പൊട്ടി പോകും കേട്ടോ. അപ്പം മാക്സിമം ആ ചൂടിൽ തന്നെ അത് ചെയ്യാൻ നോക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കുഴച്ച് വെച്ച ആ മാവ് മുഴുവനും നമ്മൾ ഇതേപോലെ ചെറിയ ബോൾസാക്കി എടുത്തങ്ങനെ മാറ്റി വെച്ചു. കുറച്ച് സമയം എടുക്കും, ചൂട് കൈ പൊള്ളില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ബോൾസാക്കി വെക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് അല്പം മൈദയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും വെള്ളവും ഒഴിച്ച് ഈ ഒരു രീതിയിൽ മാവ് ഉണ്ടാക്കുക, ഏത്തയ്ക്കാപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ. എന്നിട്ട് അടുപ്പിലേക്ക് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ബോൾസ് എടുത്ത് നമ്മുടെ മാവിലേക്ക് മുക്കി നമ്മുടെ എണ്ണ ചൂടാകുമ്പം തിളച്ച എണ്ണയിലേക്ക് ഇങ്ങനെ ഇടുക. അങ്ങനെ ഉരുട്ടി വെച്ച എല്ലാ ബോൾസും ഇതുപോലെ നമുക്കിടണം കേട്ടോ. അപ്പോൾ ആദ്യം 4 ബോൾസാണ്, നമ്മൾ 5 ബോൾസാണ് ഇട്ടത്. അപ്പോൾ അതൊരു വറുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിയൊക്കെ ഇരിക്കുകയാണ്, നമ്മളിങ്ങനെ ഒന്ന് വിടുവിച്ച് കൊടുക്കണം. എന്നിട്ട് ഏകദേശം ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കിവരെ കോരി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അവരെ കോരി വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കേട്ടോ. എന്നിട്ട് ബാക്കിയിരുന്ന ബോൾസും കൂടെ ഇതേപോലെ മാവിനകത്ത് മുക്കി നമുക്ക് വറുത്ത് കോരണേ. അപ്പം നമ്മൾ മാവിലിട്ട് മുക്കി എണ്ണയിലേക്ക് എടുത്തിടുവാണ് കേട്ടോ. ഓക്കെ, കണ്ടോ, തിളച്ച എണ്ണയിലേക്ക് ഇടണേ, എങ്കിലേ പെട്ടെന്ന് ഇങ്ങനെ ഫ്രൈ ആവത്തുള്ളൂ, അല്ലേ എണ്ണ കുടിച്ചിരിക്കും. അപ്പം ഇങ്ങനെ എണ്ണയുടെ ചൂട് പോവാതെ ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ ഇത് ഇടണേ. അങ്ങനെ നമ്മൾ ബാക്കിയിരുന്ന ബോൾസും കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തു. കണ്ടോ, ഈ രീതിയിൽ. അപ്പോൾ തിളച്ച എണ്ണയിൽ ഇട്ട് കൊടുക്കുകയാണ്, ഈ രീതിയിലായിരിക്കും വരുന്നത്. എണ്ണ തണുത്തിട്ടിട്ടാൽ ഇതുപോലെ തിളക്കത്തില്ല. അപ്പം അതായത് തിളക്കത്തില്ല എന്നല്ല, ഈ ബോൾസ് ഇങ്ങനെ വരില്ല, ഇങ്ങനെ വന്നാലാണ് കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതിലിങ്ങനെ എണ്ണ പിടിച്ചിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെയും കോരി മാറ്റാം. അങ്ങനെ മുഴുവൻ ബോൾസും ഇതേപോലെ നമ്മൾ മാവിൽ മുക്കി വറുത്ത് കോരി വെക്കുക. ഓക്കെ, അപ്പോൾ വറുത്ത് കോരി. അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. സുഖിയൻ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അമ്മ ഇതിന് മുന്തിരിക്കൊത്ത് എന്നൊരു പേരാണ് പറഞ്ഞത്. അപ്പം ഇനിയും വേറെ പേരുണ്ടോയെന്ന് അറിയില്ല, വേറെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഒരു ബോൾ എടുത്ത് ഞാനിങ്ങനെ തുറന്ന് നോക്കി, കണ്ടോ, നല്ല രസമില്ലേ കാണാൻ, നല്ല ടേസ്റ്റാണ് കേട്ടോ. സുഖിയനേക്കാളിലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം ഞാൻ ഒരെണ്ണം എടുത്ത് വായിൽ വെച്ച് നോക്കുവാണ്. സൂപ്പർ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.